الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا ولقد جاءتهم رسلنا بالبينات ثم إن كثيرا منهم بعد ذلك في الأرض لمسرفون صدق الله العلي العظيم അള്ളാഹുവിൻ്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിക്കുകയും അതുവഴി അള്ളാഹുവിന്റെ പ്രീതി, അതായത് ശാശ്വതമായ സ്വർഗത്തിലെ തന്നെ മഹോന്നതമായ പദവി, അത് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്നും ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹുവിന്റെ അതിമഹത്തായ സ്വർഗത്തിൽ പ്രവാചകന്മാരും സലഫു സാലിഹുകളോടും ഒക്കെ കൂടെ ഒരുമിച്ച് കൂടുവാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പ്രകാരം കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തി അവനെ കണ്ടുമുട്ടുവാനും അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. നമുക്കറിയാം, മനുഷ്യൻ എന്ന് പറയുന്നത് അതീവ ഗൗരവമുള്ളൊരു സൃഷ്ടിപ്പാണ്. അള്ളാഹു അത് ആ അർത്ഥത്തിൽ തന്നെ മനുഷ്യകുലത്തെ 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരിലൂടെയും വ്യത്യസ്തങ്ങളായ വേദഗ്രന്ഥങ്ങളിലൂടെയും സദാസമയവും ഉണർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉണർത്തുവാനുള്ള ഏർപ്പാടുകൾ അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്യുന്നുണ്ട്. മിമ്പറുകൾ പോലും അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു പ്രവാചകനിലൂടെ സ്ഥാപിച്ച് വെച്ചിരിക്കുന്നത്. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ശരീരവും മനസ്സും ആത്മാവും ചേർന്ന ഒരു മഹാസംഭവമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതായത് അള്ളാഹുവിന്റെ അതിശ്രേഷ്ഠമായ ദൈവസൃഷ്ടി. അത് ചില പ്രയോഗങ്ങളിൽ നിന്ന് നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു നടത്തിയ എല്ലാ മനുഷ്യകുലത്തിനു വേണ്ടിയിട്ടെന്നൊരു പ്രയോഗം വിശുദ്ധ ഖുർആൻ പ്രവാചകനുമൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോ മനുഷ്യനെ അതേപോലെ തന്നെ മറ്റൊരു പ്രയോഗമാണ് അള്ളാഹുവിന്റെ പ്രതിനിധി, ഖലീഫയായിട്ടാണ് അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത്. ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒരു സൃഷ്ടികളെയൊക്കെ പ്രതിനിധിയായി നിശ്ചയിക്കുന്നവനല്ല അള്ളാഹു. അതിൻ്റെ എല്ലാ ശ്രേഷ്ഠതയും ഒത്തിണങ്ങിയ
വിഭാഗത്തെ തന്നെ മാത്രമേ അള്ളാഹു തൻ്റെ പ്രതിനിധിയായിട്ട് നിയോഗിക്കുകയുള്ളൂ. അതൊരു വലിയ സ്ഥാനമാണ്, അതേപോലെ തന്നെ അത് വലിയൊരു ഉത്തരവാദിത്വമാണ് എന്ന് ഈ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, തൻ്റെ ആത്മാവിൽ നിന്ന് ഊതി എന്നാ പറഞ്ഞിരിക്കുന്നത്. അതൊരു മനുഷ്യനെ, ആദമിനെ സൃഷ്ടിച്ചുകൊണ്ട് ഫഇദാ സവ്വൈതുഹു, നാം അവനെ രൂപപ്പെടുത്തി, ആദം അലൈഹി ഇസ്ലാമിനെ രൂപപ്പെടുത്തി. എന്നിട്ട് എന്ത് ചെയ്തു? വനഫഖ്തു ഫീഹി മിർ റൂഹി, എന്നിട്ട് നാം നമ്മുടെ ആത്മാവിൽ നിന്ന് ഊതി. അത് എന്തൊരു പ്രയോഗമാണ്! അത് ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാവും. നമ്മുടെ ആത്മാവിൽ നിന്ന്, ഞാൻ തന്നെയാണ് എന്ന അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതിന്റെ ഫലമായി വഖഉ ലഹു സാജിദീൻ, അതിനാൽ നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുക. അതൊരു മനുഷ്യൻ എവിടേക്ക് എത്തപ്പെടുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. അതേപോലെ തന്നെ മറ്റാർക്കും കൊടുക്കാത്ത, മറ്റാർക്കും ജിന്നുവർഗത്തിന് കൊടുത്തിട്ടുണ്ടാവാം, നമുക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ള പറയുന്നുണ്ട്. പക്ഷെ ഏതായാലും നമ്മളുടെ അറിവിലും കാഴ്ചയിലും നമ്മുടെ ചിന്താതിയിലൊന്നും മറ്റാർക്കും കൊടുത്തിട്ടില്ലാത്ത വല്ലാത്തൊരു പൊസിഷൻ, ഒരു വല്ലാത്തൊരു സ്ഥാനം, അതാണ് സ്വയം തെരഞ്ഞെടുക്കുവാനും തീരുമാനിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം എന്ന്. അത് അള്ളാഹുവിന് മാത്രമുള്ള ഒരു സംഗതിയാണ്, സ്വയം തെരഞ്ഞെടുക്കുവാനും തീരുമാനിക്കുവാനും ഒക്കെയുള്ള. പക്ഷെ ഒരു പരീക്ഷണാർത്ഥത്തിലാണെങ്കിലും മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു അമാനത്തായിട്ട് അവന്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ഇത് ഒരു നിലക്ക് ആലോചിച്ചാൽ ഭയങ്കര സൗഭാഗ്യമാണ്, വല്ലാത്തൊരു അവസ്ഥയാണല്ലോ. നമുക്കറിയാലോ, മറ്റ് ജീവജാലങ്ങൾക്കൊന്നും കൊടുക്കാത്ത ആനയും അതുപോലുള്ള വലിയ വലിയ തെമ്മിങ്കല ഭീമാകാരമായ ജീവികളൊക്കെ ഭൂമിയിൽ ഉണ്ടായിട്ടും അതിനൊന്നും ഒരു സെക്കൻഡ് പോലും കൊടുത്തിട്ടില്ല അതിന് തെരഞ്ഞെടുക്കുവാനും അതിന്റെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാനുമാണ്. പക്ഷെ മനുഷ്യൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി ഒരർത്ഥത്തിൽ ഒരു ആദരവാണ്. അതുകൊണ്ട് തന്നെ ഈ വലിയ സ്ഥാനവും ഈ അതേപോലെ അവസ്ഥയും നൽകിയത് കാരണം അതൊരു വലിയ പരീക്ഷണവും കൂടിയാണ്. അപ്പൊ ഈ രണ്ടും നമ്മൾ മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കുവാൻ നമുക്ക് ശേഷി ഉണ്ടാവണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ മനുഷ്യനെ സ്വന്തം നിയന്ത്രിക്കുവാനുള്ള ശേഷി, സംയമനം, അതേപോലെ മറ്റുള്ളവരെയും ഏറ്റവും നല്ല രീതിയിൽ, ഖലീഫ എന്ന് പറയുമ്പോൾ അവൻ ആ പ്രാതിനിധ്യം നിർവഹിക്കുവാനുള്ള കഴിവുണ്ട്, ആജ്ഞാശക്തി, ലീഡർഷിപ്പ്, മനുഷ്യകുലത്തിന് ഏറ്റവും നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്താൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ എന്നാൽ മനുഷ്യർ അധികവും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്താണ് നമ്മൾ ഉൾപ്പെടെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്താണ് അതിന്റെ അർത്ഥം? മനുഷ്യന് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുക, അതിനല്ലൊരു അവസരം ഉണ്ടായാൽ അവൻ ഭാഗ്യവാനാണ്. അതേപോലെ തന്നെ നന്നായിട്ട് കുടിക്കാനുള്ള പാനീയങ്ങളൊക്കെ ഇഷ്ടം പോലെ ഈ ഭൂമുഖത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അവനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഭാഗ്യവാൻ എന്നാണ്. അതേപോലെ ഭോഗിക്കുക, സുഖിക്കുക, ഉല്ലസിക്കുക, അവന് അങ്ങനെ അതിന് പറ്റിയ സ്ഥാനവും സ്ഥാനമാനങ്ങളും ജോലിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് മഹാഭാഗ്യം എന്ന് മനുഷ്യൻ ധരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതൊരു പരീക്ഷണമാണ് എന്നും ഇതിൽ വിജയിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നതൊന്നും ഓർക്കാൻ നമ്മൾ സമയമില്ലാത്ത വിധം ഇതാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമെന്ന് തെറ്റിദ്ധരിച്ച വിദ്യാഭ്യാസ ക്രമമൊക്കെ മുഴുവനും അങ്ങനെ തന്നെയാണ്. അതിന് പറ്റിയ രീതിയിൽ എന്താണ് നിന്റെ കാഴ്ചപ്പാട് എന്താണ്, നിന്റെ ആഗ്രഹം എന്താണ്, നിന്റെ അഭിലാഷം എന്താണ്, നിന്റെ എയിം എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ് കുട്ടികളൊക്കെ പറയുന്നത്. ഈയിടെ കഴിഞ്ഞൊരു ദിവസം ഒരു ദഅവയുമായി ബന്ധപ്പെട്ട ഒരു പ്രഭാഷണം കേൾക്കാൻ സാധിച്ചു. അതില് ഒരാള് പറയുന്നുണ്ട്, ഒരു ടീച്ചർ LKG UKG പഠിക്കുന്ന കുട്ടികളെ ചേർത്ത് നിർത്തിയിട്ട് നിങ്ങളുടെ എയിം എന്താണെന്ന് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഭാവിയിൽ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പല കുട്ടികളും ചെറുപ്പത്തിൽ തന്നെ LKG UKG പ്രായത്തിൽ തന്നെ പല കുട്ടികളും പറയാണ് ഈ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥാനമാനങ്ങളുള്ള ജോലിയും പദവികളൊക്കെയാണ് പറയുന്നത്. അതിലൊരു കുട്ടി പറഞ്ഞു സഹാബ എന്ന് പറഞ്ഞു. സഹാബ, എന്റെ എയിം സഹാബയാണ്. അപ്പം ടീച്ചർ ആകെ അമ്പരന്നു, ഇപ്പൊ എന്താ സഹാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പൊ സഹാബ എന്താണെന്ന് കുട്ടിയോട് ചോദിച്ചപ്പം ആ കുട്ടി പറഞ്ഞു നല്ലൊരു പൊസിഷനാണ് എന്നുള്ള കൊലത്തിൽ കുട്ടി പറഞ്ഞു. ബാക്കിയൊന്നും കുട്ടിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അവസാനം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ രക്ഷിതാവിനെ വിളിച്ചു, ഉമ്മയെ വിളിച്ചു. കുട്ടിയെ എയിം എന്താണെന്ന് ചോദിച്ചപ്പോ കുട്ടികൾ ഇന്നതിനൊക്കെ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ നിങ്ങളുടെ മകൾ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ പറഞ്ഞത് സഹാബ എന്നാണ്. അപ്പൊ എന്താണെന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഈ ഉമ്മ വിശദീകരിച്ചു കൊടുത്തു. ഈ ലോകത്ത് വന്ന ഏറ്റവും നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് സഹാബികൾ എന്ന് പറയുന്നത്. പ്രവാചകന്റെയുമായി ബന്ധപ്പെട്ട
അപ്പോ അവസാനം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ ടീച്ചർ മുസ്ലിം ആവാൻ അത് കാരണമായി തീർന്നു. അപ്പൊ സഹാബി ഈ LKG കുട്ടി പറഞ്ഞ ഒരൊറ്റ വർത്തമാനത്തിൽ നിന്നാണ് ടീച്ചർ എന്ത് ചെയ്യുന്നത്. അങ്ങനെ അത് ഗൾഫ് US പോയി, അമേരിക്കയിലൊക്കെ പോയി ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന അത്ര പവറുള്ള ഒരു അവസ്ഥയിലേക്ക് ആ സ്ത്രീ അല്ലെങ്കിൽ ആ ടീച്ചർ വളർന്നു വന്നു എന്നാ പറയുന്നത്. അപ്പൊ ഒരു കുട്ടിയുടെ വർത്തമാനത്തിൽ നിന്ന് പോലും അല്ലാഹു ഹിദായത്ത് കൊടുത്തേക്കും. നമ്മളൊക്കെ ആ രീതിയിലൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നിടത്ത് എത്രത്തോളം വിജയിച്ചിട്ടുണ്ട്, ഈ ലക്ഷ്യബോധത്തോടു കൂടി എത്രത്തോളം. ഞാൻ തന്നെ എനിക്ക് ബന്ധപ്പെട്ട ഒരാളോട് ഞാൻ ചോദിച്ചു, മകനുണ്ട്, മകനൊരു ആ കുട്ടിക്ക് ഒരു മകൻ ഉണ്ടായപ്പോ ആ മകനെ കുറിച്ച് പറയുകയാണ്. നമ്മൾ ഒരു പക്ഷേ അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയാണ്. നമ്മുടെ തലമുറയിലൊന്നും ഏറ്റവും നല്ല കുട്ടികളിൽ പക്ഷെ ഉണ്ടായിക്കൊള്ളെങ്കിലും നമ്മുടെ ഭാവി തലമുറയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉണ്ടാവും, നല്ല സാധ്യതയുണ്ട്. ഉമർ ബിൻ ഖത്താബ് പരമ്പരയിലാണല്ലോ ഉമർ ബിൻ അബ്ദുൽ അസീസ് വന്നത്. പേരക്കിടാവാണെങ്കിലും മേലുള്ള മകനെങ്കിലും പേരക്കിടാവായി വന്നല്ലോ. അപ്പൊ ആ ഒരു ലക്ഷ്യത്തോടു കൂടി എന്നിട്ട് അദ്ദേഹം എന്നോട് പറയുകയാണ്, ഞാൻ എന്റെ ഏറ്റവും വലിയ ഒരേ ഒരു പ്രാർത്ഥന എന്റെ മകൻ ഉണ്ടാക്കപ്പെട്ടതിൽ ഉണ്ടായാൽ ഇതിലെനിക്കുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ അവൻ നല്ല ഒരു പ്രവാചക മാതൃകയിൽ ഒരു വിപ്ലവകാരിയായി മാറണം. അപ്പൊ അങ്ങനെ സ്വപ്നമുള്ള, അങ്ങനെ എയിമുള്ള, അങ്ങനെയുള്ള ലക്ഷ്യബോധത്തോടു കൂടി നടക്കുന്ന രക്ഷിതാക്കളൊക്കെ നമുക്കിടയിലുണ്ട്. പക്ഷെ നമ്മൾ എവിടെ നിൽക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ എന്നത് ആത്മപരിശോധന നടത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിലുള്ള ഉന്നതമായ മഹോന്നതമായ സ്ഥാനം തീർത്തും പറയുന്നു. അതിനു വേണ്ടിയിട്ടല്ല, നിങ്ങൾ തിന്നാനും കുടിക്കുവാനും മാത്രമല്ല, അമിതമായി തിന്നുന്നവരെ കുറിച്ച് വരാ തുസ്രിഫു, അതേപോലെ ശൈത്താന്റെ ആളുകളാണ് എന്നും, അതേപോലെ തന്നെ അധികമായി ഭോഗിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ, മൃഗങ്ങൾ കാലികൾ തിന്ന് വെട്ടി വീഴുന്നത് പോലെ നിങ്ങൾ വെട്ടി വീഴുങ്ങരുത്, അങ്ങനെ തന്നെ പ്രയോഗം സൂറത്തുൽ പിന്നെ കാലികൾ എന്ന അധ്യായത്തിൽ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നത്. എന്താണ്? കാലികൾ വെട്ടി വീഴുന്നത് പോലെ വെട്ടി വീഴുകാനല്ല നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും കിട്ടിയോ കിട്ടിയില്ലേ, ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാനാണ് അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ ഒരുപാട് ഇടങ്ങളിൽ അത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ളതല്ല, ഇങ്ങനെ സുഖിക്കുവാനും അടിച്ചു പൊളിക്കുവാനുമുള്ള ജീവിതമല്ല ഈ ലക്ഷ്യം. നിങ്ങൾ എവിടെ നിന്നാലും എവിടെ നിർത്തപ്പെട്ടാലും മരണക്കിടക്കയിൽ വെച്ചുപോലും നിങ്ങൾക്ക് നിർവഹിക്കാവുന്ന ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം നിങ്ങളിൽ ആരാണ് നിർവഹിക്കുന്നത് എന്ന് നോക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത് യഥാർത്ഥ ജീവിതമേ അല്ല, മറിച്ച് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, അവന് ജനനവും മരണവും നിങ്ങൾക്ക് നൽകിയത് നിങ്ങളിൽ ഏറ്റവും നന്നായ, മരണം മുതൽ അങ്ങോട്ടുള്ള അമൽ സ്വാലിഹാത്ത് ചെയ്യുന്നത് ആരാണ്, അതിനാണ് അമൽ സ്വാലിഹാത്ത് എന്ന് പറയാം. ഇപ്പൊ ഇത് അമൽ സ്വാലിഹാത്ത് ആണെങ്കിൽ ആയിക്കൊള്ളുന്നില്ല, നമ്മള് കുത്തുബയാണ് പള്ളിയാണ്, പക്ഷെ അമൽ സ്വാലിഹാത്ത് ആയിക്കൊള്ളുന്നില്ല. കാരണം എന്താണ്? ഇതിപ്പോ വേറൊരു സാഹചര്യം അനുകൂലമെങ്കിൽ പള്ളിക്ക് പോകണ മനസ്സ് തന്നെ ഉണ്ടാവില്ല. ഇവിടെ സാഹചര്യം അനുകൂലമായപ്പോ മാത്രം വരും. അങ്ങനെ ഉണ്ടല്ലോ, വാപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കണം, അന്ന് നിസ്കരിക്കണ കുറച്ച് ആൾക്കാരുണ്ട്, അതിന് മുമ്പുമില്ല നമസ്കാരത്തിന് ശേഷവുമില്ല. അങ്ങനെ വന്ന് അങ്ങനെ ഒരു നമസ്കാരം അങ്ങനെ ഒരു ആണെങ്കിൽ ഇതൊരു അമലി സ്വാലിഹാത്ത് അല്ല, അത് സാഹചര്യമാണ്. നേരെ മറിച്ച് ഇത് പഠിച്ചവനെ ഇപ്പൊ ഖുതുബ പറയുന്നത് പോലും അള്ളാഹുവിന്റെ പരലോകത്ത് പ്രവാചകന്റെ ചാരത്തണയുവാനുള്ള, അള്ളാഹുവിന്റെ വജ്ഹ് ദർശിക്കുവാനും വേണ്ടിയല്ല നമ്മൾ ഖുതുബ നടത്തുന്നതെങ്കിലും കേൾക്കുന്നതെങ്കിലും അത് അമലി സ്വാലിഹാത്ത് അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട, മരണം മുതൽ അങ്ങോട്ട് പ്രയോജനം ചെയ്യുന്ന കർമ്മങ്ങൾ അതിന് ഓരോന്നിനും നെയ്യത്ത് വെക്കണം. അതാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഓരോ കർമ്മവും നെയ്യത്തനുസരിച്ചാണ്, ചില കർമ്മങ്ങളൊക്കെ നെയ്യത്തനുസരിച്ചാണ് നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നേർക്കുനേരെ പറയുന്ന ഒരുപാട് ഇടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, പലപ്പോഴും നമ്മൾ കേൾക്കുന്ന പരലോകത്തേക്കുള്ള കൃഷിയിടം മാത്രമാണ്. നോക്കൂ, നിങ്ങൾ ജീവിതത്തെ കുറിച്ച് മഹാഭാരതത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. ചുട്ടുപഴുത്ത ഇരുമ്പിൽ പതിക്കുന്ന വെള്ളത്തുള്ളി പോലെ മാത്രമാണ് ജീവിതം. ഒരു വെള്ളത്തുള്ളി അതിൽ പതിക്കുന്നതിന് മുമ്പ് അതിനൊരു തണുപ്പും ഒരു ചൂടൊക്കെ ഉണ്ട്. അതിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ്. ആ അർത്ഥത്തിലുള്ള, മാത്രമല്ല പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള പാറ്റയെ പിടിക്കുന്നത് പോലെയാണെന്നാണ് മഹാഭാരതം പറയുന്നത്. മറ്റൊന്ന്, പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്നു തവള, അത് എത്രയതിന് സമയമുള്ളൂ? ആ പാമ്പൊന്ന് വാ പിളർത്തി അങ്ങോട്ട് വിഴുങ്ങുന്നത് വരെ, അങ്ങോട്ട് ഇറക്കുന്നത് വരെയുള്ള സമയം യഥാർത്ഥത്തിന് അതിനുള്ളൂ. പക്ഷെ അതത് അറിയുന്നില്ല. ഇതിനെ പിടിച്ചൊരവസ്ഥയിൽ, ഇതിങ്ങനെ വിഴുങ്ങാൻ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ഉള്ളത് എന്നത് മനസ്സിലാക്കാതെ അത് പാറ്റയെ പിടിക്കുകയാണ്. ഇതാണ് മനുഷ്യന്റെ ദുനിയാവ് തേടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്ന് മഹാഭാരതം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നീ ഈ ലോകത്തൊരു വിദേശിയെ പോലെ ആവണം, നീ ഒരു പരലോകത്തേക്ക് സമ്പാദിക്കുന്നവനായി നിങ്ങൾ മാറണം എന്നാണ് അതിന്റെ അർത്ഥം. അതേപോലെ തന്നെ
ഇതൊന്നും ഭൗതികതയെ നിരാകരിക്കാനല്ല, ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനാ ഇതൊക്കെ പറയുന്നത്. ഭൗതികതയെ ഏറ്റവും വലിയ ലക്ഷ്യബോധത്തിലേക്ക് മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യം നൽകാത്ത ഒരുപാട് മേഖലയുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് അങ്ങനെയാണെന്ന് നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. വാർഡും തെരഞ്ഞെടുപ്പും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അത് സ്വാധീനം നേടിയെടുത്തിട്ട് ഈ വലിയ സത്യം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് മത്സരിക്കുന്നവരും അങ്ങനെ ഒരു ലക്ഷ്യബോധമില്ലാതെ മത്സരിക്കുന്നവരും ഒന്നല്ല. ഒന്ന് സ്വർഗത്തിലേക്കാണ്, ഒന്ന് നരകത്തിലേക്കാണ്. തികഞ്ഞ ലക്ഷ്യബോധത്തോടു കൂടി ഏതൊരു മനുഷ്യനാണെങ്കിലും, ഏതൊരു പാവപ്പെട്ടവനാണെങ്കിലും, വീടില്ലാത്തവനാണെങ്കിലും, അതുപോലെ ജീവിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാത്തവനാണെങ്കിലും അവന്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോ എന്തായിരിക്കണം ഉദ്ദേശം? അവൻ ഇഹലോകത്തെ മാത്രം രക്ഷിക്കലല്ല. ഇഹലോകം ഒരു 10-100 വർഷം കൊണ്ട് ഇടപാട് തീരുന്നതാണ്. നേരെ മറിച്ച് ശാശ്വതമായ ലോകത്തെ അവരെ രക്ഷപ്പെടുത്തുന്ന മനസ്സുമായിട്ട് കയറി ചെല്ലുന്നവരും അത് അപൂർവമായിരിക്കാം ആളുകൾ, എങ്കിൽ പോലും അവരാണ് വിജയികൾ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതവർക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള സന്ദർഭം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ നീക്കേണ്ടത്. നാട് അല്ലാഹ് തീരുമാനിച്ചതാ, അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അത് തീരുമാനിച്ചത് അച്ഛൻ തീരുമാനിച്ചതല്ല, അമ്മ തീരുമാനിച്ചതല്ല, മന്ത്രിയോ MLA ആരും തീരുമാനിച്ചതല്ല. നാട് ഇനി അമേരിക്കയിൽ വേണോ കേരളത്തിൽ വേണോ എന്നൊന്നും തീരുമാനത്തിൽ ഒരു അധികാരവും നിൽക്കാർക്കുമില്ല. വീട് അള്ളാഹു തീരുമാനിച്ചതാണ്, ദൈവം തീരുമാനിച്ചതാണ്. അവനാണ് ദൈവം എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ എന്താണ് മനുഷ്യന്റെ ദേശവും ഭാഷയും കാലവും കോലവും ലിംഗവും, അത് ഉമ്മ ബാപ്പാരും മാപ്പാരും ഉൾപ്പെടെ ഏത് സമുദായത്തിൽ ജനിക്കണം നമ്മളാരും തീരുമാനിച്ചതല്ല, നമ്മളാരും പ്രാർത്ഥിച്ചതിന്റെ പേരിലല്ല അത്. അതുകൊണ്ട് ഇതൊക്കെ തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. ആ ശക്തിയെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ലക്ഷ്യബോധത്തോടു കൂടി കാര്യങ്ങൾ എവിടെയുണ്ടോ എന്തൊക്കെയുണ്ടോ അവിടെയൊക്കെ ചെന്ന് പറയുന്നിടത്തേക്ക് ഞാനും നിങ്ങളും വളർന്നു വരേണ്ടതുണ്ട്. അതേപോലെ തന്നെ സ്വാതന്ത്ര്യം നൽകിയ ഇടങ്ങളുണ്ട്. എന്ത് തിന്നണം, എന്ത് കുടിക്കണം, എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്ത് പറയണം, അതുപോലെ എന്ത് ചെയ്യണം, ചെയ്യാൻ പാടില്ല, ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, ഇതൊക്കെ സ്വാതന്ത്ര്യം നൽകിയ മേഖലയാണ്. പക്ഷേ അവിടെ ആ സ്വാതന്ത്ര്യം നൽകിയ മേഖല, ഈ മേഖലയിൽ നിയന്ത്രണം അനിവാര്യമാണ്. എന്തും തിന്നുന്നിടത്തേക്ക് പോവരുത്. എന്തും കാണുന്നിടത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങളുണ്ട്. അപ്പോൾ ആ നിയന്ത്രണം ആരാണ് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത്? ആ കളം വരയ്ക്കേണ്ടത് ആരാണ്? മനുഷ്യൻ തന്നെ അങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ എത്ര വലിയ അക്രമമാണ്. പഞ്ചായത്തിലും വാർഡിലും നമുക്ക് സംസാരിക്കാനുള്ള വിഷയമാണ്. ഇനി അധികാരത്തിൽ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാലും ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുള്ള വളരെ വലിയ ചിന്താശേഷി. ആരെയും വഞ്ചിക്കാനല്ല നമ്മളിത് പറയുന്നത്. അവന്റെ ശാശ്വതമായ ലോകം രക്ഷപ്പെടുത്തുവാനാണ്. അവന് 100 കൊല്ലമാണ് ഇവിടെയെങ്കിൽ 100,000 കൊല്ലമല്ല, 100,000 കോടി കൊല്ലമല്ല നിനക്കുള്ളത്. അവിടെ നിനക്ക് സ്വർഗം കിട്ടാൻ ഞങ്ങളെടുത്ത് ഇതും കൂടെ ഉണ്ട്. നിനക്കുള്ള ഭവന പദ്ധതി മാത്രമല്ല, നിങ്ങൾക്കുള്ള തൊഴിൽ പദ്ധതി മാത്രമല്ല, ഞങ്ങളുടെ കയ്യിൽ ഇതും കൂടെ ഉണ്ട് എന്ന് പറയുന്ന പ്രവാചക ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി ഇറങ്ങണം. ആ ലക്ഷ്യബോധത്തോടു കൂടി ഇറങ്ങുന്നവരും ഇറങ്ങാതിരിക്കുന്നവരും ഒരുപോലെയല്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അത് വിശദീകരിക്കാൻ ഒരുപാട് വിശദീകരിക്കാതെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമാണ്. പക്ഷേ പ്രയോഗവൽക്കരിക്കാതെ എത്ര വിശദീകരിച്ച് കേട്ടാലും ഫലമില്ല. പ്രയോഗവൽക്കരണത്തിന് അതില്ല എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഫലം ചെയ്യുകയില്ല. അതുകൊണ്ട് ഈ നിയന്ത്രണം നടത്തേണ്ടത് ഇവിടുത്തെ വാർഡ് മെമ്പറോ പഞ്ചായത്ത് മെമ്പറോ മനുഷ്യർക്ക് വേണ്ടിയല്ല. അത് നമ്മൾക്കൊക്കെ മുമ്പ് ഇവിടെ ഇതിനെ സൃഷ്ടിച്ച നമ്മുടെ കാലശേഷവും ഇവിടെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശക്തിയാണ്. അച്ഛനെ തീരുമാനിച്ചവരാണ്, അമ്മയെ തീരുമാനിച്ചവരാണ്. ഇതാണ് ഞങ്ങൾ കൊണ്ടു നടക്കുന്ന ഏറ്റവും വലിയ ആശയം. ഇതാണ് ഞങ്ങളുടെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഈ ആശയം കൂടി അത് സാഹചര്യം നോക്കി, ഹിക്മത്തോടു കൂടി, സന്ദർഭം നോക്കി പറയുന്നുവെങ്കിൽ അതിന് സ്വാതന്ത്ര്യം ഭരണഘടന നൽകിയിട്ടുണ്ട്. അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്നതാണ്. മാത്രമല്ല ആശയം അങ്ങ് പ്രചരിച്ച് അതിന്റെ വക്താക്കളായ ആളുകൾ, ഇന്ത്യയിലെ ജനങ്ങൾ ഭൂരിപക്ഷവും മാറിക്കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ഒരു നിയമവ്യവസ്ഥ ഇവിടെ പ്രയോഗവൽക്കരിക്കുവാനും ഭരണഘടന അനുവദിച്ചിട്ടുണ്ട്. ആ ഭരണഘടനയിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ദീനിനെ ഉയർത്തിപ്പിടിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാണോ എന്ന പരീക്ഷയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യാ അയ്യുഹന്നാസ് വിശുദ്ധ ഖുർആനിന്റെ വല്ലാത്തൊരു കൽപ്പനയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ്, അല്ലാതെ വിശ്വാസിയെ എന്ന് വിളിച്ചുകൊണ്ടല്ല. ഉഅ്ബുദൂ റബ്ബക്കും, നീ നിന്റെ റബ്ബിന് കീഴ്പ്പെടണം, നീ നിന്റെ റബ്ബിന് കീഴ്പ്പെടണം. മനുഷ്യകുലത്തോട് പറയാനുള്ളതാണ്. അത് എല്ലായിടത്തും ചെന്ന് എവിടൊക്കെ മനുഷ്യന്മാരുണ്ടോ അവിടൊക്കെ ചെന്ന് മനുഷ്യനോട് പറയാൻ സാധിക്കണം. എങ്ങനെയുള്ള റബ്ബാണ് അല്ലദീ ഖലഖക്കും, നിന്നെ സൃഷ്ടിച്ചവൻ, നിന്റെ കണ്ണവന്റേതാണ്, നിന്റെ കാതവന്റേതാണ്, നിന്റെ അച്ഛനെ തീരുമാനിച്ചത് അവനാണെന്ന് പറഞ്ഞുകൊണ്ട് അവനിലേക്ക് ആഹ്വാനം ചെയ്യണം. സന്ദർഭം അതിന് ഉപയോഗപ്പെടുത്തണം. അതിന്റെ പേരിൽ ആട്ടി ഓടിച്ചാലും ശരി, അവിടെ വീണ്ടും ചെന്ന് പറയാൻ ശ്രമിച്ചാൽ അള്ളാഹു ഉണ്ടാവും അവിടെ സഹായിക്കുവാൻ.
അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ ഒരു ഗുണകാംക്ഷ. ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ ഗുണകാംക്ഷയാണ്. ശാശ്വതമായ ഒരു മനുഷ്യനെ കരകയറ്റുവാനുള്ള ആ ഗുണകാംക്ഷയുടെ പേരാണ് ദീൻ. അതെല്ലാവർക്കും വേണ്ടതാണ്, എല്ലാവരോടും വേണ്ടതാണ്. അൽ ഖൽഖു ഖിയാലുള്ള അള്ളാഹുവിന്റെ കുടുംബമാണ് എല്ലാ സൃഷ്ടികളും. പച്ചക്കരലുള്ള എല്ലാത്തിനോടും കാണിക്കേണ്ട കാരുണ്യം അത് നിങ്ങൾ കാണിക്കുന്നില്ല എങ്കിൽ അള്ളാന്റെ കാരുണ്യം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ അഗ്നികുണ്ഡത്തിലുള്ള ഒരാൾ എത്ര ആ ജാഗ്രതയോടുകൂടി ഒരു ഭൗതിക ജീവിതത്തിൽ അഗ്നിയിൽപ്പെട്ട ഒരു മനുഷ്യൻ നമ്മൾ എത്രത്തോളം ആവേശത്തോടു കൂടി രക്ഷപ്പെടുത്തുമോ അതിനേക്കാളും വലിയ ആവേശം കാണിക്കേണ്ട പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ദഅവത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറയും അതിനേക്കാളും വലിയ ആവേശം. കാരണം എന്താണ്? 70 ഇരട്ടിയാണ് ഈ ചൂട്. ഇവിടെയുള്ള അഗ്നിയുടെ 70 ഇരട്ടി എന്നാണ്. ആ 70ന്റെ അർത്ഥം അറ്റമില്ലാത്തത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. 70 ഇരട്ടി എന്തായാലും ഉണ്ടാവുമല്ലോ. ഇല്ലാതെ കളവ് പറയുന്ന ഒരാളല്ലല്ലോ പ്രവാചകന്മാരും വിശുദ്ധ ഖുർആനുമെന്നും. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കുവാനുള്ള പ്രവർത്തനമായി ഇതിനെ കാണാൻ എത്ര പേർക്ക് സാധിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ആരിലേക്കാണ് നിന്നെ ആഹ്വാനം ചെയ്ത് വല്ലതീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിനക്ക് പൂർവികരെയും സൃഷ്ടിച്ചവൻ തന്നെയാണ്. ഏതോ നിയമവ്യവസ്ഥകളൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കിയവനെയും സൃഷ്ടിച്ചവൻ അള്ളാഹുവിൻ്റെതല്ലാത്ത വല്ല നിയമവ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ അതുണ്ടാക്കിയവനെ സൃഷ്ടിച്ചവൻ അവനിലേക്കാണ് ഞങ്ങൾ വിളിക്കുന്നത് എന്ന ബോധത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. അതും അയ്യുഹന്നാസ് എന്ന് പറയും. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരി വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി യത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഒരുപാട് വട്ടം കേട്ട ആയത്ത് തന്നെയാണ്. പക്ഷേ ഈ പഞ്ചായത്ത് അതുപോലുള്ള ബ്ലോക്ക് അതേപോലെ ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ അത്തരം നമ്മുടെ ഗ്രാമാന്തരത്തിൽ എല്ലായിടത്തും ഞങ്ങളുടെ വാർഡിൽ മത്സരിക്കുന്നുണ്ട് ഇസ്ലാമികമായ പ്രവർത്തകൻ. ആ അർത്ഥത്തിൽ നല്ല എല്ലാ അർത്ഥത്തിലും വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് മത്സരിക്കുന്നുണ്ട്. അപ്പോ 503 വീടാണ്. 503 വീട് കയറിറങ്ങി ഓരോരോ വീട്ടിലും കയറി ചെന്നുകൊണ്ട് നമുക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചോദിക്കാൻ പറ്റണം. ഇവിടെ വരെ മത്സരിക്കുകയാണ്, പാരമ്പര്യമായി കിട്ടിയ അധികാര സ്ഥാനമാനങ്ങൾ വെച്ച് മത്സരിക്കുകയാണ്. മത്സരിച്ചു കഴിഞ്ഞാൽ ഈ ജനതയെ കാണുന്നില്ല. എപ്പോഴോ ഒന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരു സംഘമായിട്ട് വാർഡിലെ മെമ്പർമാരും അതേപോലെ പഞ്ചായത്ത് അധികൃതരും ഒക്കെ മാറിയ കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ 503 വീടുകളെ എന്തൊക്കെ അർത്ഥത്തിൽ സംസ്കരിക്കാൻ പറ്റും? ആ എവിടെ നിന്നൊക്കെ ഹലാലായ സമ്പത്ത് എവിടെ നിന്നൊക്കെ ശേഖരിക്കാൻ പറ്റും? ഞാനൊക്കെ ഉള്ള വാർഡിന്റെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ തന്നെ വരുമാനം കെട്ടിക്കിടക്കുന്നുണ്ട്. എന്നിട്ട് ലാപ്സായി പോവലാണ് സംഖ്യ. അതേപോലെ യൂണിവേഴ്സിറ്റിയുടെ വരുമാനങ്ങൾ, അതുപോലുള്ള ഒരുപാട് സംഗതിയുടെ വരുമാനങ്ങൾ, ലക്ഷക്കണക്കിന് രൂപ പാഴായി പോകുന്ന നാട്ടിൽ അതും ശേഖരിക്കാൻ, അതിൽ നിന്ന് ജനങ്ങളുടെ അവകാശം ശേഖരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് കലക്ഷൻ നടത്താൻ പറ്റും, ഉള്ളവനില്ലാത്തവനുമല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഹുത്മിൻ അംവാലിയും പിടിച്ചെടുക്കണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് തരാത്തവനോട്. അത് ജാതി മതമൊന്നുമില്ല, അത് ജസിയ ആയിട്ടാണെങ്കിലും സക്കാത്തായിട്ടാണെങ്കിലും ആ ജനങ്ങളോട് ഇതിന് വിഹിതം ശേഖരിക്കേണ്ടതുണ്ട്. എന്നിട്ട് മാത്രമല്ല NGO-കളുണ്ട് ഇവിടെ. NGO-കള് അത് ലാപ്സായി പോകുന്ന ഒരുപാട് ഫണ്ടുകൾ ഇതൊക്കെ ശേഖരിച്ചുകൊണ്ട് ഈ വാർഡിൽ എന്തൊക്കെ കർമ്മങ്ങൾ രാപ്പകൽ ചെയ്യാൻ പറ്റും ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഓരോ മനുഷ്യനും വേണ്ടിയിട്ട് വളണ്ടിയർ സംവിധാനത്തോടു കൂടി അവരുടെ മുഴുവൻ ആവശ്യങ്ങളും നിറവേറ്റി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന വാർഡുകളുണ്ട്. 10, 30, 40 ഒക്കെ വീട് വെച്ചു കൊടുത്ത് ഒരേ വാർഡിൽ മാത്രം ആ അർത്ഥത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സംഘങ്ങൾ, വ്യത്യസ്തമായ സംഘങ്ങളിൽ ഇത് വരുന്നുണ്ട്. നമ്മളത് വിജയിച്ചിട്ടില്ലെങ്കിലും ഈ ഒരാശയം അവരുടെ മുമ്പിൽ എത്തുക വഴി അങ്ങനെ ഏതോ കാലത്ത് ഇറങ്ങി കയറി കുറച്ച് പാർട്ടിക്കാരും ഞാനും എന്ന് പറഞ്ഞ് പോവലല്ല വാർഡ് മെമ്പറുടെ ജോലി. നേരെ മറിച്ച് എന്താണ്, അത് ഈ ജനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നവനായിരിക്കണം. മാത്രമല്ല എപ്പോഴും അവൻ ഉണ്ടായിരിക്കണം. അവനൊരു ജോലിക്കാരനാണ്, ആ വാർഡിന്റെ ജീവനക്കാരനാണ്, ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അവന്റെ കീഴിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. അല്ലാതെ ഏതോ കിട്ടുന്ന ഫണ്ട് അനുസരിച്ച് റോഡിന്റെ മൂലയും തോടിന്റെ മൂലയും അങ്ങനെ കുറച്ച് പുതിയ റോഡ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഈ 5 കൊല്ലം പാഴാക്കി കളയുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി ദൈവിക ബോധത്തോടുകൂടി യൂഫ്രട്ടീസ് നദീ തീരത്ത് ഒരാട്ടിൻകുട്ടി പട്ടിണി കിടന്നാൽ അതിന് ഞാൻ ഉത്തരം പറയേണ്ടി വരുമെന്ന ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിലെ കാര്യങ്ങൾ നീക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടത്. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങളൊക്കെ ഏകോദര സഹോദരങ്ങളാണ്, ഒരേ മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ് നിങ്ങൾ.
ആ സാഹോദര്യബോധം അവിടെ വിവേചനമില്ല, പാർട്ടി വിവേചനമില്ല, മതവിവേചനമില്ല, ഒരു വിവേചനവും ഇല്ലാത്ത കോലത്തിൽ ജനങ്ങളെ നിങ്ങൾ ഏകോദര സഹോദരങ്ങളാക്കി മാറ്റണം. നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ വിവിധ വർഗങ്ങളും ഗോത്രങ്ങളുമാക്കി മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ ഏതാണ് ഗൗരവമുള്ളത്? തഖ്വയുള്ളവരാണ്, ഈ ദൈവിക ബോധമുള്ളവരാണ്, അല്ലെങ്കിൽ ഏകോദര സഹോദരങ്ങളാണെന്നുള്ള ബോധമുള്ളവരാണ്. ഈ കാര്യം അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അള്ളാഹു ഈ സൂക്ഷ്മത പുലർത്തുന്ന ദൈവികമായ ഈ സംഗതിയിലേക്ക് ആളുകളെ എത്തിക്കുന്നവർ ആരാണ് എന്ന് അള്ളാഹു ആഴത്തിൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത് മാഇദയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. നമ്മൾ ഒരുപാട് കേട്ടതാണ്. സൂറത്തുൽ മാഇദ 32-ാമത്തെ ആയത്ത്. ഇതിലെന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? മിൻ അജലി ദാലിക കതബ്നാ അലാ ബനി ഇസ്രായീല. അതുകൊണ്ട് തന്നെ നാം ഇസ്രായേൽ സന്തതികളുടെ മേൽ നാം വിധിച്ചു. ഇസ്രായേൽ സന്തതികൾ എന്ന് പറഞ്ഞാൽ മുൻഗാമികളായ ആളുകൾ, വേദം ലഭിച്ച ആളുകൾ. ആ വേദം ലഭിച്ച മുഴുവൻ ആളുകളോട് ഞാൻ വിധിച്ചു, ശക്തമായി കൽപ്പിച്ചു എന്നാണ് അർത്ഥം. വിധിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ വിധി. എന്നും കാഫിറൂൻ എന്നും ളാലിമൂൻ എന്നും അള്ളാഹ് പ്രയോഗിച്ചിട്ടുണ്ട്. ഒരേ ആയത്ത് ഊതിയുണ്ട് അള്ളാഹ് 3 തലത്തിലാണ് പ്രയോഗിച്ചത്. ഏറ്റവും വലിയ തമ്മാടി മറ്റാരാണ്? അള്ളാഹു വിധിച്ചത് നടപ്പാക്കാത്തവനേക്കാളും വലിയ തമ്മാടി ആരാണ്? ഫാസിഖ്. ളാലിം ഏറ്റവും വലിയ അക്രമി, അവനല്ലാതെ മറ്റാരാണ്? അവൻ അതേപോലെ കാഫിർ എന്ന് പ്രയോഗിച്ചിട്ട് ഏറ്റവും വലിയ നിഷേധി. കാഫിർ മറ്റാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഞാൻ വിധിച്ചു. എന്താണ് വിധിച്ചത്? ബനി ഇസ്രായേലുകൾക്ക് ഞാൻ വിധിച്ചു. എന്താണ്? അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്. തീർച്ചയായും ഒരാത്മാവിന് പകരമായോ ഭൂമിയിൽ നാശം വിധിച്ചതിന്റെ പേരിലോ അല്ലാതെ ഒരാളെയും വധിക്കപ്പെടുന്ന, അന്യായമായി വധിക്കപ്പെടുന്ന, ജീവൻ കളയപ്പെടുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് സംഭവിച്ചാൽ, അങ്ങനെ എങ്ങാനും സംഭവിക്കുന്ന ഒരു വ്യവസ്ഥയുമായി നിങ്ങൾ നടന്നാൽ, അങ്ങനെ നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ അവൻ മുഴുവൻ മനുഷ്യരെയും വധിച്ചവനെ പോലെയാകുന്നു. മദ്യത്തിന്റെ പേരിൽ എത്ര ആള് വധിക്കപ്പെടുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്. എത്ര കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായി ആത്മഹത്യ വരെ ചെയ്യുന്നുണ്ട്. കൊള്ള പലിശയുടെ പേരിൽ എത്രയെത്ര ആളുകളാണ് വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, മരിച്ചു വീഴുന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ മരണം ഉൾപ്പെടെ പിന്നെ അങ്ങോട്ട് പോയാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കും. അത് എന്താണ്? മതം വേറെ രാഷ്ട്രം വേറെ എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ മേഖലയിൽ കാട്ടിക്കൂട്ടുന്ന ബോംബും അതുപോലുള്ള അണ്വായുധങ്ങളും പ്രയോഗങ്ങളും, 1-ാം ലോക യുദ്ധവും 2-ാം ലോക യുദ്ധവും, അങ്ങനെ ലോകയുദ്ധങ്ങളൊക്കെ ഇപ്പോഴും ആവർത്തിക്കുവാനുള്ള ത്വരയുമായിട്ടൊക്കെ നടക്കുന്ന ആളുകളെ എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ വാർഡിലും അത് മദ്യം നിരോധിക്കുന്നവനും മദ്യം നിരോധിക്കാത്ത സംഘവും ഒരുപോലെയല്ല എന്ന് മനസ്സിലാക്കേണ്ടത്. പലിശയിൽ നിന്ന് ജനങ്ങളെ വിമോചിപ്പിക്കുന്നവനും അവസാനത്തെ നോക്കും, നിങ്ങൾ സ്വന്തം ഉമ്മയെ 40 തവണ വിചരിക്കുന്ന സമമാണെന്ന് വെറുതെ പറയൂ അള്ളാഹുവിന്റെ റസൂൽ. ആ പലിശയിൽ അകപ്പെട്ട ഒരുപാട് ജനതയുണ്ട്. പോയി നോക്കുമ്പോഴാണ് അറിയുന്നത് കടത്തിലാണ്. പല രക്ഷിതാക്കളും കടത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. കടത്തിൽ പോയി, ലോണിന് പോയി തലവെച്ചു കൊടുത്തു. ആ പിതാവിന് പിന്നെ അത്തരം ആൾ ഗതിയില്ലാത്തൊരവസ്ഥ. അത് ചെറുത് തലവെച്ചാൽ തന്നെ അള്ളാഹു ഉണ്ടാവില്ല പിന്നെ അവന്റെ കൂടെ. കാരണം എന്താണ്? പലിശയിലകപ്പെട്ട ജനതയോടും സംഘത്തോടും അത് കൊണ്ടു നടക്കുന്ന ആളുകളോട് മുഴുവനും അള്ളാഹു അവന്റെ റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അള്ളാഹുവിൽ നിന്നും അവന്റെ റസൂലിൽ നിന്ന് യുദ്ധപ്രഖ്യാപനമുണ്ട്. റസൂലിന്റെ ഷഫാഅത്ത് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇല്ല, റസൂൽ എന്നെ കൂട്ടത്തിൽ ചേർന്ന് കഴിഞ്ഞു, നിങ്ങൾ അതിന്റെ വർത്തമാനമൊന്നും അങ്ങനെ വല്ല ഷഫാഅത്തൊന്നും, റസൂലിന്റെ ഷഫാഅത്ത് ഇല്ലാത്തടത്ത് വേറെ കുറെ ആൾക്കാർ ഷഫാഅത്തിന് വരുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും പോയി. അതുകൊണ്ടാണ് റസൂലിനെ തന്നെയാണ് പിടിച്ചത്. അഷ്റഫുൽ ഖൽഖിനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല കൂടെ വെച്ചു. പലിശയുടെ കാര്യത്തിൽ, ഈ പലിശ അതിന്റെ കാര്യത്തിലൊക്കെ നിലപാട് സ്വീകരിക്കാതെ അതിനൊക്കെ വിധേയപ്പെടുന്ന, അറുവര ചെയ്യപ്പെടുന്ന, തികഞ്ഞ അനീതിക്ക് വിധേയപ്പെടുന്ന ജനതയുടെ മുഴുവനും ആ ആത്മാവിന് മറുപടി പറയേണ്ടതാരാണ്? ഈ നിയമമുണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു തആല ഈ നിയമം, അള്ളാഹു വിധിച്ച വിധി ഈ ഭൂമുഖത്ത് പ്രയോഗവൽക്കരിക്കാത്തവരാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു മുഴുവൻ ജനത്തെയും കൊന്നവനെ പോലെയാണ്. അതിനെന്താ കുഴപ്പം? അതിപ്പോ നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മൂപ്പര് ഒരൊറ്റ നിസാരവൽക്കരിക്കല. പലിശയിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജനതയും രക്ഷിക്കണം. നമ്മുടെ വാർഡിൽ ഇനി പലിശക്കെണിയിലാകപ്പെട്ട ഒരാൾ ഉണ്ടാവരുത്. ഒരു ബ്ലേഡ് കമ്പനിക്കാരൻ അവിടെ വന്നിട്ട് കാശ് കൊടുത്തിട്ട് ചൂഷണം ചെയ്തു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. മറിച്ച് എന്ത് വേണം? ഈ ജനങ്ങൾക്ക് സക്കാത്തും സദക്കകൾ, ദാനധർമ്മങ്ങള് എല്ലാം ഇതര മതസ്ഥരോട് വരെ ചോദിച്ചാൽ കിട്ടും. എനിക്കറിയാം, നമ്മുടെ ഇറാ വെൽഫെയർ അസോസിയേഷനിൽ 5 ലക്ഷം വരെ തരുന്ന ഇതര സമുദായത്തിലെ ആളുകളുണ്ട്. 5 ലക്ഷം രൂപ വരെ പല തവണയായിട്ട് തന്ന ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾ. അവർക്കറിയാതെ സത്യസന്ധമായി കാരണം അത്രമാത്രം കാശ് അവരുടെ കയ്യിലുണ്ട്. അത് നമ്മൾ സമീപിക്കാതെ കൊണ്ട് തന്നോ. നമ്മൾ സമീപിച്ചു കഴിഞ്ഞാലോ
ഒരുപാട് ആളുകൾ കാശ് തരാണ്ട് ഈ കാശൊക്കെ ശേഖരിച്ചുകൊണ്ട് ആ മനുഷ്യരുടെ മുഴുവൻ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹരിച്ച് അവരെ ഒരിക്കലും കടക്കാരാക്കി വിടാതെ മുന്നോട്ട് പോകുവാനുള്ള സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തന്നിട്ട് അള്ളാഹു അത് നടപ്പാക്കിയതാരാണ് അല്ലാത്തതാരാണ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യന്നാസ് ജമിഅ, എന്നാൽ മറിച്ച് അവർക്കൊരു ആശ്വാസം, ഒരു ജീവിതം അതുപോലുള്ള അവസ്ഥയിൽ നിന്ന് മാറാൻ വേണ്ടി ഒരാൾക്കെങ്കിലും, വീടില്ലാത്ത ഒരാൾക്കെങ്കിലും ആ അർത്ഥത്തിൽ ജീവിതം നൽകി, ഭക്ഷണം നൽകി, അങ്ങനെ ഹിദായത്ത് ഉൾപ്പെടെ നൽകിയൂടൊക്കെ ചെയ്തു കഴിഞ്ഞാലോ, ഒരാൾക്ക് ജീവിതം നൽകി കഴിഞ്ഞാൽ അവൻ മുഴുവൻ മനുഷ്യരും ജീവിപ്പിച്ചവന്റെ പ്രതിഫലം അവൻ അള്ളാഹു വെച്ചിരിക്കുന്നു. അവനെ പോലെയാണെന്ന് പറഞ്ഞാൽ ആ പ്രതിഫലമാണ്. മുഴുവൻ മനുഷ്യരും കാരണം അവന്റെ നിലപാട് ക്ലിയർ ആക്കി അള്ളാഹുവിന് മുമ്പിൽ, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവന്റെ നിലപാട് ക്ലിയർ ആക്കി. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവൻ മുഴുവൻ മനുഷ്യരെ ജീവിപ്പിച്ചവന്. വലഖദ് ജാഅത്തും റുസുലുനാ ബിൽ ബയ്യിനാത്ത്, എന്നാൽ തെളിഞ്ഞ ഈ മാർഗദർശനവുമായി നമ്മുടെ ദൂതന്മാർ അവർക്കിടയിൽ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നിട്ടും, ഇതാണ് സത്യം, ഇതാണ് യാഥാർത്ഥ്യം, ഇത്രയും വലിയ പാപവും പുണ്യവുമാണ്, രാവും പകലും പോലെ വ്യത്യാസമാണ് ദൈവികമായ ഒരാളെ ജീവിപ്പിക്കുക എന്ന് പറയുന്നതും ദൈവിക നിയമങ്ങൾ മാറ്റിവെച്ച് അതിന്റെ പേരിൽ കൊലക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, കൊലപാതകത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നതും വളരെ വലിയ വ്യത്യാസമാണ് കേട്ടോ, രണ്ടാണ് കേട്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി ധാരാളമായി പ്രവാചകന്മാരെ വിട്ട് പറഞ്ഞിട്ടും പക്ഷേ അവരെന്ത് ചെയ്തു? ഇന്ന കസീറൻ മിൻഹും ബഅദ ദാലിക ഫിൽ അർളി ലമുസ്രിഫൂൻ, അവരിൽ അധികം ആളുകളും ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുന്നവർ തന്നെയായി മാറി എന്നത് ഇത്ര സത്യം. അതിക്രമം പ്രവർത്തിക്കുന്നു. അതൊന്നും ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും ഇപ്പൊ നടക്കോ സാഹിബേ? അവർക്ക് നേരത്തെ കഴിഞ്ഞ കുത്തുബയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതൊക്കെ വിജയസാധ്യത ഉണ്ടോന്നാ ചോദിക്കുക. ഒരൊറ്റ സാധ്യത, ഒറ്റ ചോദ്യം. വിജയസാധ്യത ഇല്ലെങ്കിൽ വോട്ട് കൊടുക്കണ്ടെന്ന് ഒരു പാർട്ടിക്കാരും പറയുന്നില്ലോ. എല്ലാ പാർട്ടിക്കാരും ഓരോ വർഷത്തിലും എത്ര വോട്ട് കൂടുന്നുണ്ട് എന്ന് നോക്കുകയല്ലേ ഇത് ചെയ്യുന്നത്. അവരുടെ വോട്ടിന്റെ വർധനവയ്ക്ക് വേണ്ടി സ്ഥാനാർത്ഥികൾ നിർത്തുന്നത് നമ്മൾ കാണുന്നില്ലേ? ആ വോട്ടിന്റെ വർധനമനുസരിച്ചാണ് അടുത്ത സാധ്യത അവരിൽ ഉള്ളത്. അതുകൊണ്ട് ഒരു വോട്ടിന് പോലും വിലയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും വിജയസാധ്യത ഇല്ല എന്ന് പറഞ്ഞ് അത്തരം സംഘങ്ങളെ മാറ്റി നിർത്തുന്നുവെങ്കിൽ, ഞാൻ എല്ലാ സംഘങ്ങളിലും നന്മയുള്ളവരെ ഉദ്ദേശിച്ച് തന്നെ പറയുന്നു. ഏത് സംഘത്തിലും നന്മയുള്ളവർ, ഇസ്ലാമിക നന്മയാണ് നന്മ എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞതല്ല. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന ഖുർആനിലുള്ള ആയത്താണ്. ആയത്ത് തെറ്റൂല. അള്ളാഹുവിന്റെ സ്വീകാര്യമായ ഒരൊറ്റ വ്യവസ്ഥിതിയേ ഉള്ളൂ, അത് അള്ളാഹുവിന്റെ ദീനാണ്, ഇസ്ലാമാണ് എന്ന് പറഞ്ഞ് അത് വർഗീയവാദമാണ് എങ്കിൽ അള്ളാഹു ഖുർആനിലൂടെ അത് പറഞ്ഞു കഴിഞ്ഞു. വർഗീയവാദമല്ല, അതൊരു സത്യം വിളിച്ചു പറഞ്ഞതാണ്. അതുകൊണ്ട് ആ അടിത്തറയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹീതമായ കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് മേഖലയിലും എപ്പോഴും എങ്ങനെയാണ് എങ്കിലും അള്ളാഹുവെ നിന്നിലേക്ക് വജ്ഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ എന്ന് സത്യസന്ധമായി പറഞ്ഞ് പ്രഖ്യാപിച്ച് അത് പ്രയോഗവൽക്കരിക്കുന്ന മഹാ സൗഭാഗ്യവാന്മാരുടെയും സൗഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.